ഹായ് അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അസീബേദ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മീൻ മുളകിട്ടതാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കുകയുള്ളൂ. ഇത് നമ്മളുടെ കുടംപുളി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതിന് പകരം മാങ്ങയും വാളൻപുളിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനിതാ ഞാനിവിടെ 2 അയലയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾക്കിത് ഏത് മീൻ വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അയലതാ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു വരയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു മൺചട്ടി ഇതാ സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ ഒരു കറി ഉണ്ടല്ലോ, പൊറോട്ട, ദോശ, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇതാ നമ്മളെ തക്കാളി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു 10-15 ചെറിയ ഉള്ളി കൂടി ഇതാ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അത് ഇതുപോലെ നമുക്കൊന്ന് ആ എണ്ണയിലിട്ടിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ലപോലെ അങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ആ തക്കാളി ഇട്ടതിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ചൂടാറാൻ നമ്മൾക്ക് മാറ്റി വെക്കണേ. ഇത് നമ്മൾക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇതാ 1/4 സ്പൂണ് ഉലുവ കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഉലുവ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 1/4 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ലപോലെ വന്നതിന് ശേഷം 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളകൊക്കെ ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ മുളക് നല്ല എരിവുള്ള കാരണമാണ് ഞാൻ 2 മുളക് ചേർത്തത്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സിമ്മിലാക്കി കൊടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് നല്ല ചൂടുണ്ടാകുക, പ്രത്യേകം ശ്രദ്ധിക്കണം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതാ ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് 1 സ്പൂണ് കാശ്മീരി പൗഡർ കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, മൺചട്ടി ആയതുകൊണ്ട് പൊടി കരിഞ്ഞു പോയി നമ്മൾ കറിക്ക് വേറെ ടേസ്റ്റ് ആകുമല്ലോ. 1 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ച വാട്ടിയെടുത്ത തക്കാളിയും ചെറിയ ഉള്ളി കൂടി ഉണ്ടല്ലോ, അത് നമ്മൾക്കൊന്ന് അരച്ചെടുത്തിട്ട് വരണം. മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് നമ്മൾക്കതൊന്ന് അരച്ചെടുക്കാം. തക്കാളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ പറിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അതാ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം നമ്മൾക്ക് ഓൺ ചെയ്യാം. ഞാനത് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള വെള്ളം കൂടി മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനിവിടെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വാളൻപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മാങ്ങയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട. കറി ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കറി ഇതാ നല്ല പോലെ ഒന്ന് വെന്ത് നല്ല വറ്റി വരട്ടെ. നമ്മളെ മസാല ഒക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. അടച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 അയലയാണ് എടുത്തിട്ടുള്ളത്. ഇത് മത്തി ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി ചെയ്ത് നോക്കട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും വീണ്ടും ഇതുണ്ടാക്കും. അത്രയ്ക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാകും. ഞാനിപ്പോൾ ഈ ഒരു കറി തന്നെയാണ് കൂടുതലും ഉണ്ടാക്കട്ടെ. ഇവിടെ എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്, വറ്റിയിട്ടെടുക്കുന്നുണ്ട്. കൂടുതൽ കറി ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിത് ഒരു പാകത്തിനുള്ള ചാറ് അങ്ങനെ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അയല ഉണ്ടല്ലോ, അതുകൂടി അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മീനൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. മീനിട്ടതിന് ശേഷം നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മീനൊക്കെ ഒന്ന് അതിലേക്ക് താഴ്ത്തി ഒന്ന് വെച്ച് കൊടുക്കാം.
എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. ഞാനത് വെറുതെ പറയല്ല, ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചോറിലേക്കും പൊറോട്ടയ്ക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു മീൻ കറി. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലായത് കൊണ്ട് തന്നെ പൊറോട്ടയിൽക്കും അപ്പത്തിൽക്കും ഒക്കെയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. ചോറിലേക്കും അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ് ചോറിലേക്കും. എനിക്ക് തോന്നുന്നത് ചോറിനേക്കാളും എനിക്കൊന്നുകൂടി ഇഷ്ടം തോന്നിയത് പൊറോട്ടയിലേക്കാണോ എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ചോറിലേക്കും അടിപൊളി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ മീനൊക്കെ ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതിവിടെ ഇക്കാക്കും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു കറിയെ. മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്കൊരു താളിപ്പ് കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇനി അതുകൂടി നമ്മൾക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിവിടെ മീൻ ഇതൊന്നുകൂടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ സപ്പോർട്ട് വേണം എപ്പോഴും. ഇപ്പോൾ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഒരു 3-4 എണ്ണം, ഇവിടുത്തെ ഉള്ളിയൊക്കെ കുറച്ച് വലുതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളത്. ഒരു ചെറുതാണെങ്കിൽ ഒരു 5-8 എണ്ണമൊക്കെ എടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഉള്ളി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ. അതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക ഈ ഒരു ടൈമിൽ കേട്ടോ. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാനിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കറിയിലേക്ക് ഒഴിച്ചിട്ട് അത് അങ്ങനെ ഒരു 5 മിനിറ്റ് അടച്ച് തന്നെ വെക്കണം. നമ്മൾ ഇളക്കുക തുറന്ന് നോക്കി ഒന്നും ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് തുറന്നാൽ മതി. ഈ കറി ഉണ്ടല്ലോ പിറ്റേ ദിവസത്തിനൊക്കെയാണ് അടിപൊളിയിട്ടാ. പിറ്റേ ദിവസം നമ്മൾ രാവിലെ ദോശയൊക്കെ കഴിക്കുമ്പോൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു മീൻകറി അടിപൊളിയാണ്. രാവിലേക്കാണ് ഇത് നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ ഈ ഒരു കറീൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. എന്നാലും അത് പിറ്റേ ദിവസത്തിനാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. മാഷാ അല്ലാ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. വീണ്ടും ഉണ്ടാക്കി നോക്കും ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അടുത്ത വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും.